ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നല്ല ധൃതിയിൽ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതി ഓടി വരികയാണേ. ഓടി വന്നിട്ട് എന്താ ശ്രുതി വിളിച്ചത്? ദാ ഇപ്പോൾ വരുന്നു. എന്താ ശ്രുതി, എന്താ എന്നെ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ഏതായാലും ശ്രുതി നേരത്തെ വന്നല്ലോ. അതെ ശ്രുതി, പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പായസമോ? അതിന് നമ്മളിപ്പോഴല്ലേ കല്യാണം വന്നിരുന്ന പായസമൊക്കെ കുടിച്ചത്, സദ്യയും കഴിച്ച് പായസമൊക്കെ കുടിച്ച് അടിപൊളിയായിട്ടല്ലേ നമ്മൾ വന്നത്. പിന്നെ എന്തിനാ ഇപ്പം പായസം ഉണ്ടാക്കിയത്? അതെ, ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയത്. ശ്രുതി, എനിക്ക് മനസ്സിലായി എന്താണ് ആ പ്രത്യേകതയെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് വട്ടെടുത്ത് പൊക്കിയിട്ട് എന്താ ഇത് ശ്രുതി കാണിക്കുന്നത്, എന്നെ താഴ്ന്നു നിർത്ത്, എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ഇതായിരുന്നല്ലേ വിശേഷം, അപ്പോൾ ഞാനൊരു അച്ഛനാകാനായിട്ട് പോവുകയാണല്ലേ, എനിക്ക് സന്തോഷമായി ശ്രുതി എന്ന് പറയാണ്. എന്നെ താഴ്ന്നു നിർത്ത് ശ്രുതി. അയ്യേ, അതൊന്നും അല്ല. പിന്നെന്താ അതൊക്കെ സർപ്രൈസാ, അതൊക്കെ മേലെയുള്ളൊരു സർപ്രൈസ് തന്നെയാ. ഞാനേ ഇന്ന് ഭയങ്കരമായിട്ടും സന്തോഷിക്കുന്നൊരു ദിവസമാണ്. അതെന്താണോ ഇത്ര സന്തോഷിക്കാനുള്ള ദിവസം? അതൊക്കെ പിന്നീട് മനസ്സിലാവും. ഏതായാലും ശ്രുതി ഈ പായസം ഒന്ന് കുടിക്കുന്നേ, അതല്ലേ നല്ലത്. നമുക്ക് ഈ സന്തോഷമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കണ്ടേ എന്ന് പറയാണ്. അങ്ങനൊരു സന്തോഷം ശ്രുതിയുടെ മനസ്സിലുണ്ടല്ലേ, പിന്നെ അല്ലാതെ. അപ്പോഴേക്കും ദാ വരുന്നു നമ്മുടെ രവിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി കയറി വരികയാണ്. അപ്പോൾ രവി പറയാണ്, എന്തായാലും കല്യാണമൊക്കെ അടിപൊളിയായിരുന്നല്ലേ, സദ്യയൊക്കെ കാലയ്ക്ക് നല്ലൊരു ചെറുക്കനാ, എനിക്കിഷ്ടപ്പെട്ട ചെറുക്കനെയൊക്കെ എന്നും പറയുക. അപ്പോൾ ശ്രുതിക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കണം. അവരങ്ങോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ചന്ദ്ര പറയുകയാണ്, പിന്നെ എന്തായാലും പണമുള്ള ചെറുക്കനൊന്നും അല്ലല്ലോ. കല്യാണം നല്ല പണമുള്ള ആൾക്കാരെയൊക്കെ തന്നെ കല്യാണം കഴിക്കണം, അല്ലാതെ ചുമ്മാ ഉപ്പര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ചന്ദ്ര, നിനക്ക് ഇപ്പോഴും ഈ പണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, പിന്നെ അല്ലാതെ ജീവിക്കണമെങ്കിൽ നമുക്ക് പണം വേണ്ടേ? കണ്ടില്ലേ, ഞാൻ കൊണ്ടുവന്ന 2 മരുമക്കളും പണമുള്ളവരല്ലേ. ഒന്ന് ശ്രുതിയും അതേപോലെ തന്നെ ഒന്ന് വർഷയും. അവർക്ക് 2 പേർക്കും നല്ല പണമുള്ളത്. പിന്നെ രേവതി, അവളേക്ക് ഈ കണക്കിൽ കൂട്ടാനായിട്ട് പറ്റുമോ? അവൾക്ക് എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് അവൾ ഇങ്ങനെ തേരാ പാര നടന്നുകൊണ്ടിരിക്കുന്നത്. രവിയേട്ടനല്ലേ കൊണ്ടുവന്ന്. എൻ്റെ ചന്ദ്രയെ ഒന്ന് നിർത്തിക്കോ. ഇനി രേവതിയെക്കുറിച്ച് പറഞ്ഞ് നീ ഇങ്ങനെ വഷളാകാൻ നിൽക്കട്ടെ. ഏത് സമയം രേവതി എന്നും പറഞ്ഞിട്ട് നിൽക്കുക. സച്ചിയും രേവതിയൊക്കെ കാരണമാണ് ഈ കല്യാണം നടക്കാനുള്ള കാരണം. അത് മനസ്സിലായോ? അതറിയാം, രേവതിയെ പോലുള്ള ഒരുത്തനല്ലേ അവനും. അതുകൊണ്ട് അവൾ അങ്ങനെയുള്ളവരൊക്കെ പിടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയൊക്കെ വരികയാണ്. അതൊക്കെ നിർത്ത്. അതെ, ഇവിടെ ഒരു വിശേഷമുണ്ട്. വിശേഷമോ? ഇനിയും വിശേഷമോ? വിശേഷം. ശ്രുതി, അതിനുവേണ്ടി പായസം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പായസമോ? എന്ത് പായസം? ഇപ്പോഴല്ലേ പായസം കുടിച്ചിട്ട് വന്നത്. അതിനു മുമ്പ് ഇനി എന്തിനാ പായസം ഉണ്ടാക്കിയത്? അതൊക്കെ ഉണ്ട് ആൻറ്റി, ഞാനേ നിങ്ങൾക്ക് 2 പേർക്കും പായസം എടുത്തുകൊണ്ട് വരാം. സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന്, അതുകൊണ്ട് ഞാൻ പായസം കൊണ്ടുവരാം. അപ്പോൾ ശ്രുതിയാണെങ്കിൽ സർപ്രൈസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പായസം എടുക്കാനായിട്ട് പോവുകയാണ്. ഈ സമയം തന്നെ ഇതാ വരുന്നു സച്ചിയും രേവതിയും കൂടി കയറി വരികയാണ്. ഭയങ്കര ഇതിലാണ് കയറി വരുന്നത്, ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെയാണ് അവർ കയറി വരുന്നത്. ഇപ്പം തന്നെ എല്ലാ കള്ളങ്ങളും പൊളിക്കും എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ, എടാ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നോടാ, അതെന്ത് പരിപാടിയാണ് കാണിച്ചത്? എടാ അവരൊക്കെ പോയായിരുന്നോ? ഇല്ല, ഞാൻ അവരുടെ വീട്ടിലോട്ടൊന്നും പോയില്ല. അതെന്താ? പോകാനായിട്ട് തോന്നിയില്ല. അതിനു മുമ്പ് തന്നെ ചില കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പറയണമെന്ന് തോന്നി. ഇവിടെ ചിലൊരു സീൻ കാണിക്കാൻ പോവാണ് ഞാൻ. സീനോ? എന്ത് സീൻ? ഇവിടെ ഒരു ചടങ്ങുണ്ട്, ആ ചടങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയും വരികയാണ്. അപ്പോൾ ശ്രുതി പായസമായിട്ടൊക്കെ വരികയാണ്. ഇതെന്താ പായസമൊക്കെ? ഇന്ന് ശ്രുതിക്ക് സന്തോഷമുള്ള ദിവസം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പായസം ഉണ്ടാക്കി അവൾ ആഘോഷിക്കാൻ വേണ്ടി. അത് ശരി, നിൻ്റെ എന്ത് ചടങ്ങെന്നാ? ആ ചടങ്ങൊക്കെ ഉണ്ട്, അത് ഗംഭീര ചടങ്ങ് തന്നെയാണ്. പിന്നെ പൗഡർ എടുത്തിയുടെ അച്ഛൻ മരിച്ചല്ലോ. അപ്പോൾ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം ഇനി പൗഡർ എടുത്തിക്കല്ലേ? അതെ, എനിക്ക് തന്നെയാ. അതിനിപ്പോൾ എന്താ സംശയം? അതെന്തിനാ ഇപ്പം ഇവിടെ പറയുന്നത്? പറയണം, കാരണം ഞങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പൗഡർ എടുത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കാവോ? അതെല്ലാം കിട്ടിക്കഴിയുന്ന നേരത്ത് ഞങ്ങൾക്ക് ഒരു കാറ് മേടിക്കാനാ. അയ്യടാ, അങ്ങനെ ഇപ്പം എൻ്റെ സ്വത്ത് കിട്ടിയിട്ട് നീയൊക്കെ ഒന്ന് കാറ് മേടിച്ച് സുഖിക്കണ്ട എന്നിങ്ങനെ ശ്രുതി പറയാ. അപ്പോഴേക്ക് ചന്ദ്ര, അങ്ങനെ പറഞ്ഞു കൊടുക്ക് ശ്രുതി, നിന്റെ പണം കൊണ്ട് ഇപ്പം അവർക്ക് സുഖിക്കാനായിരിക്കും, അതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു കൊടുക്ക് എൻ്റെ ശ്രുതി മോളെ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ, ആൻറ്റി
നമ്മുടെ അടുത്ത് ഇങ്ങനെ കെഞ്ചാതെ കെഞ്ചിയതല്ലേ, അപ്പം നമുക്ക് കുറച്ച് പൈസ കൊടുത്തേക്കാം അല്ലേ, നമ്മുടെ ഔദാര്യം. അതുകൊണ്ട് കുറച്ച് പൈസ കൊടുത്തേക്കാം. സച്ചി, രേവതി, നിങ്ങൾക്ക് ഞാൻ കുറച്ച് പൈസ തന്നേക്കാം എന്ന് പറയണം. അയ്യോ, വളരെ വളരെ ഉപകാരം, വളരെ ഉപകാരമാണ്. എന്നാൽ പിന്നെ ആ ഇളയച്ചനെ ഒന്ന് വിളിക്കാവോ? ഇളയച്ചനെ വിളിച്ചിട്ട് ഇളയച്ചനോടൊന്ന് ചോദിക്കാവോ ആ പൈസയുടെ കാര്യം എങ്ങനെയാണ്, അതുടനെ തന്നെ കിട്ടുമോ എന്നൊന്ന് ചോദിക്കാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെന്താ, ഞാനിപ്പം തന്നെ എൻ്റെ ഇളയച്ചനെ വിളിക്കാം എന്ന് പറഞ്ഞ് ശ്രുതി നേരെ ഇളയച്ചനെ വിളിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. ഇളയച്ചനത് എവിടെയാണ്? അയ്യോ, ബോംബെയിലാണോ? കഷ്ടമായിപ്പോയല്ലോ ഇളയച്ച. അതെ, ഞാൻ അച്ഛൻ്റെ സ്വത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചതാ. അതെപ്പോൾ കിട്ടും ഇളയച്ച? അയ്യോ, അങ്ങനെയാണോ? ഇപ്പം കിട്ടൂലെന്നോ? ദൈവമേ, കഷ്ടമായിപ്പോയല്ലോ. ശരി ഇളയച്ച. അപ്പോൾ സച്ചിയും രേവതിയൊക്കെ ഇതെല്ലാം കേട്ടിട്ട് തലയാട്ടിക്കൊണ്ട് ഇങ്ങ് നിൽക്കുക. അവള് ഇപ്പോഴും കള്ളം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ശരിക്കും മനസ്സിലായി. അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ എന്ത് പറഞ്ഞു പൗഡറേട്ടത്തി ഇളയച്ചൻ? അതെ, ഇളയച്ചൻ പറയാ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, കേസ് കഴിയാനായിട്ട് കുറേ കാലം വേണ്ടി വരുമെന്ന്. അത് കഴിഞ്ഞിട്ടേ സ്വത്തുക്കൾ മുഴുവൻ എനിക്ക് കിട്ടുള്ളൂ. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ രേവതി. ഇത് കണ്ടോ രേവതി, നമ്മുടെ ഒരു ഭാഗ്യക്കേടേ നമുക്ക് ആ പണം കിട്ടൂല എന്ന്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ എടി നീയൊക്കെ എന്തിനാടി കൂടുതൽ അഹങ്കരിക്കാനായിട്ട് നിൽക്കുന്നത്? നീയൊക്കെ വലിയ വീമ്പിളക്കിയായിരുന്നല്ലോ, ഏതോ ബിൽഡിങ് കെട്ടുമെന്നോ റൂം കെട്ടുമെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് എന്താ, അതൊന്നും നടന്നില്ലല്ലേ? അതുകൊണ്ടായിരിക്കും ഈ കെഞ്ചിക്കേണി വരാനായിട്ട് നിങ്ങൾക്കൊക്കെ മനസ്സ് വന്നത്. എൻ്റെ അമ്മേ, ഞങ്ങളൊക്കെ പാവപ്പെട്ടവരല്ലേ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇതാക്കാനായിട്ട് പറ്റില്ല. അതൊക്കെ നിർത്ത്, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. അല്ല, നിങ്ങളെന്ത് ചടങ്ങൊക്കെ നടത്താൻ പോണെന്നൊക്കെ പറഞ്ഞല്ലേ, എന്ത് ചടങ്ങാ? അതിനൊരു ഗസ്റ്റ് ഉണ്ടേ എന്നൊക്കെ പറയാണ്. ഗസ്റ്റോ? എന്ത് ഗസ്റ്റ്? അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, എന്താണ് രേവതി, നിന്റെ ഹസ്ബൻഡിന് ഭ്രാന്തായോ? ഭ്രാന്തായെങ്കിലേ വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിടുന്നതായിരിക്കും നല്ലത്, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭ്രാന്ത് ആർക്കാണ് എന്താണെന്നൊക്കെ അറിയാം സച്ചിയേട്ടാ, എന്നാ പിന്നെ വിളിച്ചാലോ? അത് പിന്നെന്താ, വിളിക്കാലോ. ഇളയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ഒരു വിളി. ഇത് കേട്ട രവിയും ചന്ദ്രയും ശ്രുതിയും സുതിയും ഒക്കെ ഞെട്ടിപ്പോണ. ഇളയച്ചനോ? ഇളയച്ചൻ, വാ ഇളയച്ച, കേറി വാ ഇളയച്ച. അപ്പതാ വരുന്നത് നമ്മുടെ വീരാനിക്ക. അപ്പം വീരാനിക്കയെ കണ്ട് എല്ലാവരും സന്തോഷത്താൽ മതിമറന്നേ. ഇളയച്ച, അയ്യോ ഇളയച്ചനോ? വാ ഇളയച്ച, കയറി വാ. എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ ഇളയച്ച. പക്ഷേ ഇളയച്ചൻ്റെ മുഖം അവിടെ തെളിഞ്ഞിട്ടില്ല. ഇളയച്ചനാകെ ടെൻഷനാണ്. ഇതെന്താ ഇളയച്ച? ഇളയച്ചനെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അപ്പോൾ സച്ചിയാണെങ്കിൽ വിളിച്ചത് കേട്ടില്ല ഇളയച്ച, കയറി വാ ഇളയച്ച. അങ്ങനെ മനസ്സില്ല മനസ്സോടുകൂടി തന്നെ പേടിച്ച് വിറച്ച് ബീരാൻ കയറി വരികയാണ്. ശ്രുതിയാണെങ്കിൽ ഞെട്ടിപ്പോയി. അങ്ങനെ ഇളയച്ച കയറിയിരിക്കുക, ഇളയച്ച ഇവിടെ ഇരിക്കുക. അല്ല, ഇളയച്ചൻ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വന്നല്ലോ, വളരെയേറെ സന്തോഷം കണ്ടതില്ലേ. ഇളയച്ചൻ എപ്പോഴാണ് എത്തിയത്? എന്തൊക്കെയുണ്ട് ഇളയച്ച വിശേഷങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും ഇളയച്ചൻ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോഴേക്ക് രവി പറയാണ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറച്ചു മുമ്പല്ലേ ശ്രുതി പറഞ്ഞത് ഇളയച്ചൻ ബോംബെയിലാണെന്ന്? ഇത്ര പെട്ടെന്ന് ബോംബെയിൽ നിന്ന് എത്തിയോ? അച്ഛാ, അങ്ങനെ ചോദിക്കച്ചാ. ഇത്ര നേരം വരെ ആർക്കൊരു ബോധം വേണ്ടില്ലായിരുന്നു. പക്ഷേ അച്ഛനിപ്പോൾ മനസ്സിലായല്ലോ പൗഡർ എടുത്ത് പറഞ്ഞ കാര്യം. പെട്ടെന്ന് ഇങ്ങനെ വന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് ചോദിച്ചപ്പോഴേക്കും അതെ ഇളയച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് ബോംബെയിലോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണല്ലേ? വീണ്ടും കള്ളങ്ങൾ പറഞ്ഞു കൂട്ടുകയാണ്. എങ്കിൽ ഇളയച്ച കേട്ടോ, ഇതേ ശ്രുതിയുടെ ഇളയച്ചനല്ല, ഇത് നമ്മുടെ കല്യാണ ചെറുക്കനില്ലേ, കല്യാണ ചെറുക്കൻ്റെ അമ്മാവനാണ് ജയരാജൻ. അതെ, അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ ഒരു അമ്മാവനുണ്ട്, ആ അമ്മാവനാണ് മുൻകൈ എടുത്ത് ഈ കല്യാണം നടത്തുന്നതെന്ന്? ആ അമ്മാവനാണ് ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, ഇവൻ എന്തൊക്കെയാ പറയുന്നത്? ഇവൻ എന്തൊക്കെ ഭ്രാന്താ പറയുന്നത്? എൻ്റെ ഇളയച്ചനാ ഇത്, എൻ്റെ സ്വന്തം ഇളയച്ചൻ, അല്ലാതെ ആരുടെ അമ്മാവനെന്നല്ല. എല്ലാ ഇളയച്ച, എൻ്റെ ഇളയച്ചനെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ സച്ചി നീ ചെയ്യുന്നത്? കൂടുതലൊന്നും നീ വേഷം കെട്ട് നിൽക്കണ്ടോ, എൻ്റെ സ്വന്തം ഇളയച്ചനാണ്. പൗഡറേട്ടത്തി നിർത്ത്, നിങ്ങളുടെ കള്ളക്കളികൾ മുഴുവനും പൊളിഞ്ഞു. അച്ഛാ, ഈ പൗഡറേട്ടത്തി വീണ്ടും കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രെഡിയുടെ അമ്മാവൻ തന്നെയാണ്. ഇളയച്ച, ഇനി അങ്ങോട്ട് സത്യങ്ങൾ തുറന്ന് പറ. ഇത്രയും നാള് ഇവരെയൊക്കെ പറ്റിച്ചില്ലേ, ഇനി അങ്ങോട്ട് സത്യങ്ങൾ തുറന്ന് പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇളയച്ചൻ എല്ലാവരെയും നോക്കിയിട്ട് കൈ കൂപ്പി പിടിച്ച് മാപ്പ് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല എന്ന സത്യം പറയാ. ഇത് കേട്ട എല്ലാവരും ഞെട്ടിപ്പോവാണ്. പിന്നെ
അതെ, ഇതെല്ലാം ശ്രുതി എന്നെ കൊണ്ട് കളിപ്പിച്ച നാടകമാണ്. പിന്നെ ശ്രുതിയുടെ കൂട്ടുകാരി മീര, ആ മീരയെ എനിക്ക് നേരത്തെ അറിയാം. ഒരു ദിവസം ശ്രുതി മീരയായിട്ട് എന്നെ കാണാനായിട്ട് വന്നു. അങ്ങനെ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് മുന്നിൽ എൻ്റെ ഇളയച്ചനായിട്ട് അഭിനയിക്കണം, വലിയ ബിസിനസ്സുകാരനാണെന്ന് പറയണം എന്ന് വേണ്ട സകല കാര്യങ്ങളും അവിടെ ഇളയച്ചൻ പൊളിച്ചടുക്കി കൈ കൊടുത്തു. ശ്രുതിയാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ തലയും കുനിച്ചിങ്ങ് നോക്കി നിൽക്കാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അപ്പോൾ മലേഷ്യയിൽ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞതോ? ബിസിനസ്സുകാരനോ? അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞതൊക്കെ കള്ളത്തരമാണ്. എന്നെക്കൊണ്ട് ശ്രുതി ഇതെല്ലാം പറയിപ്പിച്ചതാണ്. അപ്പോൾ ശ്രുതി പണക്കാരിയല്ലേ? അപ്പോൾ ശ്രുതിയുടെ അച്ഛന് മലേഷ്യയിലെ സ്വത്തുക്കളും ബിസിനസ്സുകളും ഒന്നുമില്ലേ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ശ്രുതിയായിട്ടോ ശ്രുതിയുടെ കുടുംബത്തിനെ ആയിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം ഇവൾ എന്നെക്കൊണ്ട് കളിപ്പിച്ച വെറും നാടകമാണ് എന്നും പറയാണ്. ഞാൻ സിനിമയിൽ ചില വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത വേഷമാണ് ബീരാൻ എന്ന് പറഞ്ഞ വേഷം. എനിക്ക് ഇറച്ചി വിട്ട് കടയാണ് എന്ന് സകല വേണ്ട കാര്യങ്ങളും പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി പറയണം, ഒരു ദിവസം ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയില്ലേ, അത് ഇദ്ദേഹത്തിൻ്റെ കടയിലായിരുന്നു അച്ഛാ എന്ന് പറയാം. ഇതെല്ലാം കേട്ട് ചന്ദ്ര കാലി മൂത്ത് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പം നാളെ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്, ഇതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നത് തന്നെ. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.